സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ട് വന്നത് പംകിൻ ഹൽവ, അതായത് നമ്മുടെ മത്തങ്ങ വെച്ചിട്ടുള്ള ഹൽവ. ഇതിന് വേണ്ടി ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് കഴുകി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ശർക്കര, 3 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കാഷ്യൂസ്, വാൾനട്ട്, റൈസിൻസ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റായി വന്ന ശേഷം നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക. ഇത് മധുരത്തിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിനകത്തേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണേ. ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തത്, ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ ശർക്കരയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കരയൊക്കെ മത്തങ്ങയിൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ശർക്കരയൊക്കെ മത്തങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മത്തങ്ങയൊക്കെ. ഇനി ഈ ശർക്കരപ്പാനി കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് തുറന്നു വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ ഇത് മത്തങ്ങയാണെന്ന് പോലും തോന്നില്ല, വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടേ. ഇപ്പോൾ നമ്മുടെ പംകിൻ ഹൽവ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വാൾനട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുമ്പോൾ അതിനകത്തേക്ക് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹൽവയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ ആ പംകിൻ സീഡും സൺഫ്ലവർ സീഡും അതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.